Assalamualaikum. Welcome back to Hana's Little World. എല്ലാ ഫ്രണ്ട്സിനും ഒരിക്കൽ കൂടി Hana's Little Worldലേക്ക് സ്വാഗതം. സോ ഫ്രണ്ട്സ്, എന്റെ പഴയ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പ്ലീസ് ചെന്ന് വാച്ച് ചെയ്യുക. പിന്നെ 3 മിനിറ്റ് കണ്ടതിന് ശേഷം മാത്രമേ ലൈക്ക് ചെയ്യാൻ പാടുള്ളൂ, സബ്സ്ക്രൈബും ആ കൊച്ചു ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ നമുക്കിനി നമ്മുടെ ഡിഷിലോട്ട് പോവാം. ഇന്ന് ഞാൻ അധികം പറയുന്നില്ല ഡിഷിനെ കുറിച്ച്, വെറും അത് 3 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമ്മൾ മിസ് കിച്ചണിലോട്ട് പോവാം. ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ഗരം മസാലയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വളരെ ഈസിയാണ് ഈ ഗരം മസാല തയ്യാറാക്കിയെടുക്കുന്നത്. ഞാൻ ഇങ്ങനെയാണ് ഈ ഗരം മസാല തയ്യാറാക്കുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുണ്ട് ഹോം മെയ്ഡ് ഗരം മസാലയെക്കുറിച്ച്. അപ്പോൾ ഇന്ന് ആ ഹോം മെയ്ഡ് ഗരം മസാല തന്നെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പം ഞാൻ പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട്. ഇതൊരു 60 ഗ്രാം പെരിഞ്ചീരകമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഗ്രാമ്പ് എടുത്തിട്ടുണ്ട്, അതൊരു 20 ഗ്രാം എടുത്തിട്ടുണ്ട്. പിന്നെ കറുവാപ്പട്ട 20 ഗ്രാം, ഏലക്ക 20 ഗ്രാം, പിന്നെ നമ്മുടെ 2 പച്ചമുളക്. ഇത് ഓപ്ഷണലാണ് തികച്ചും. പിന്നെ ഇതൊരു മെഷർമെൻറ്റ് കണക്കിൽ പറയുന്നത്, അതായത് കപ്പ് വൈസ് പറയുകയാണെങ്കിൽ ഇതൊരു നമ്മുടെ ഒരു അരക്കപ്പ്, അതായത് എൻ്റെ കയ്യിലുള്ളത് 250 ml കപ്പാണ്. അതിൽ അരക്കപ്പ്, അതായത് 125 ml കപ്പിലാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. പിന്നെ ബാക്കിയെല്ലാം 1/4 കപ്പ് വീതമാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ തക്കോലവും ജാതിപത്രിയൊക്കെ ഒരു 5-6 വെച്ച് ചേർക്കാം. അതൊരു ഓപ്ഷനിലാണ്. ഇത്രയുമാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ച് എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചാണ് നമ്മൾ പാൻ ചൂടാക്കാനുള്ളത്. അതിലോട്ട് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനെ ജസ്റ്റ് ഒന്ന് ഒരു 5 മിനിറ്റ് വരെ നമ്മളിതിനെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. പിന്നെ ഇതിൽ ഓയിലോ ഒന്നും ആഡ് ചെയ്യാൻ പാടില്ല. തീ കുറച്ചിട്ട് തന്നെ ചെയ്യണം, അതാണ് മസ്റ്റ്. 5 മിനിറ്റ് വരെ നമ്മളിതിനെ ഫ്ലെയിം കുറച്ചൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഡ്രൈ റോസ്റ്റ് ചെയ്യണം എന്തിനാണെന്ന് വെച്ചാൽ ഈ ഓൾ സ്പൈസസിനകത്തൊക്കെ ഓയിൽ കണ്ടന്റ് ഉണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടായാൽ മാത്രമേ ഇതിൽ നിന്നും ഓയിൽ റിലീസ് ആവത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിനെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മൾ ഇങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെക്കുന്നതിനെന്ന് വെച്ചാൽ നമുക്ക് ലോങ് ലൈഫാണ് ഉദ്ദേശിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ റോസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു ഓയിൽ, ഒരു വെള്ളത്തിൻ്റെ ഒരു കണ്ടന്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്യുമ്പോഴാണ് ഈ വെള്ളത്തിൻ്റെ കണ്ടന്റ് മാറുന്നതും. അപ്പോൾ അതൊന്ന് ഡ്രൈ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ ഈസിയാണ്. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഇതൊക്കെ കുറച്ച് ചെയ്യുന്നതാണ് ബെറ്റർ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ഇങ്ങനെ കണ്ടെയ്നർ തുറക്കി അടക്കിയൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ സ്മെല്ല് ലീക്ക് ഔട്ട് ആവും. അപ്പോൾ നമ്മൾ വളരെ കുറച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കറിക്കൊക്കെ ഇടുമ്പോഴത്തേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇപ്പോൾ ഒരു ഓൾ സ്പൈസസിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. പിന്നെ ഈ പെരിഞ്ചീരകം നമ്മൾ ഇത് എങ്ങനെയാണ് നമ്മൾ അറിയുന്നത്, ഈ പെരിഞ്ചീരകം ഒന്ന് പൊട്ടിത്തുടങ്ങും, ടപ്പ് ടപ്പ് എന്നിങ്ങനെ പൊട്ടിത്തുടങ്ങും. അപ്പോൾ നമുക്കിതിനെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യും. നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് വേറൊരു പരന്ന പാത്രത്തിലോട്ട് ഇതിനെ ഇട്ട് കൊടുക്കാം. ഇതേ പാനിൽ തന്നെ വെക്കരുത്, കാരണം നമ്മൾ റോസ്റ്റ് ചെയ്തതല്ലേ. അപ്പോൾ നന്നായിട്ട് ഒന്നുകൂടെ അത് മൂത്ത് പോകാൻ ചാൻസസ് ഉണ്ട്. ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കാം. അതിന് വേണ്ടി ഒരു മിക്സിയുടെ വലിയ ജാറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ജാർ എടുക്കുമ്പോഴത്തേക്ക് ഒട്ടും അതിൽ വെള്ളമൊന്നും പാടില്ല, നന്നായിട്ട് തുടച്ച് വേണം എടുക്കാനുള്ള. അതിലോട്ട് നമുക്കിതിനെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, ഇതാക്കണ്ടോ. അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം എടുത്ത്. ചെറിയ ആ ഏലക്കയുടെ ആ ഒരു തരിയൊക്കെ ഇതിനകത്തുണ്ട്. അപ്പം നല്ല മണം വരുന്നുണ്ട് ഏലക്കയുടെയൊക്കെ. അപ്പോൾ ഇതിനെ നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിനകത്ത് തന്നെ നമുക്കിതിനകത്ത് മാറ്റണം. അപ്പോൾ നമ്മുടെ ഗരം മസാല ഞാനൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിനകത്ത് ആക്കിയിട്ടുണ്ട്. ഇതാക്കണ്ടില്ലേ, ഇതുപോലെ നല്ല ടൈറ്റായിട്ടുള്ള ഒരു കണ്ടെയ്നറാണ്. അപ്പോൾ ഇത് ഞാൻ 2 ബോട്ടിലോട്ടായിട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നമുക്ക് കീപ്പ് ചെയ്ത് വെക്കാനും ഒന്ന് നമുക്ക് റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് സ്മെല്ല് നഷ്ടപ്പെടും. നമ്മൾ എപ്പോഴും നമ്മൾ തുറന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്കും സ്മെല്ല് നഷ്ടപ്പെടും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്ന് കീപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടി ചെയ്തും ഒന്ന് നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടതും. നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നത് വരെ ബൈ.